കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. KPSTA 2024 സ്വദേശ് മെഗാ ക്വിസിൻ്റെ UP തലത്തിലെ പാർട്ട് 1 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ഇടുന്നത്. പാർട്ട് 1 കാണാത്തവർ മറക്കാതെ കണ്ടു നോക്കുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൽ കെ കേളപ്പൻ നയിച്ച ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ എത്ര പേർ ഉണ്ടായിരുന്നു? 33 പേരാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബേപ്പൂരും പയ്യന്നൂരും. ബേപ്പൂർ കോഴിക്കോട് കടപ്പുറത്തിന്റെ ഭാഗമാണ്. പയ്യന്നൂർ കണ്ണൂർ കടപ്പുറത്തിന്റെ ഭാഗവുമാണ്. സമര നേതാവായ കെ കേളപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഉപ്പു സത്യാഗ്രഹത്തെ നയിച്ചത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. നാം ചങ്ങല പൊട്ടിച്ച കഥ ഏത് ശാഖയിലാണ് ഉൾപ്പെടുന്നത്? ബാലസാഹിത്യ ശാഖയിൽ. കെ തായാട്ടിന്റെ നാം ചങ്ങല പൊട്ടിച്ച കഥയിൽ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സ്വാതന്ത്ര്യ സമര ചരിത്രം. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെ. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേന ഏതു പേരിൽ അറിയപ്പെടുന്നു? കോൽക്കാർ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കണ്ണൂർ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മാനന്തവാടി. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ ലോഹപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുൻപിൽ. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയത് ആരാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? 1809 ജനുവരി 11. ആദ്യമായി ഗാന്ധിജി കേരളത്തിലെത്തിയത് ഏത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്നതിനായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്. ഗാന്ധിജി കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ചപ്പോൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? കെ മാധവൻ നായർ. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു? 1920 ഓഗസ്റ്റ് 18. ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം ഏതുമായി ബന്ധപ്പെട്ടതായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. രണ്ടാം കേരള സന്ദർശനം എപ്പോഴായിരുന്നു? 1925 മാർച്ച് 8 മുതൽ 19 വരെ. ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം എന്നായിരുന്നു? 1927 ഒക്ടോബർ 9 മുതൽ 15 വരെ. ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം എപ്പോഴായിരുന്നു? 1934 ജനുവരി 10 മുതൽ 22 വരെ. ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനം എപ്പോഴായിരുന്നു? 1937 ജനുവരി 12 മുതൽ 21 വരെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1857.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? മീററ്റ്, ഉത്തർപ്രദേശ്. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? VD സവർക്കർ. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ്? യൂസഫ് മെഹ്റലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഉപ്പ് നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത്? പ്ലാസി യുദ്ധം. നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ലണ്ടൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? അരുണ ആസിഫ് അലി. എവിടെ വച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഈ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? അതിന് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നവർ ശിവാനി, ആദിദേവ് KV. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. തുടർന്നും വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ.